നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മഴ ദിവസമാണ് കേട്ടോ. ഹോസ്റ്റലിൽ വന്നിട്ട് അധികം ഞാനിങ്ങനെ മഴയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വല്ലപ്പോഴും ഇങ്ങനെ മഴ വന്ന് ചാറി നിൽക്കുന്നതല്ലാണ്ട് ഇങ്ങനെ ഫുൾ ഡേ ത്രൂ ഔട്ട് ഇങ്ങനെ മഴ പെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ ഒരു ആശ്വാസമൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പം കാറ്റത്തൊക്കെ ഇത് പറന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിൽ ചെന്നു. അപ്പോൾ എല്ലാം പിന്നെയും നനഞ്ഞ് തന്നെ കിടക്കുമായിരുന്നു. എങ്കിൽ പിന്നെ തിരിച്ച് റൂമിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെറുതെ റൂമിൽ ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ എന്ന് ഓർത്തിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പോന്നു. വെയിലെന്തായാലും വരുമായിരിക്കും, വെയിൽ വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറേ ദിവസമായി തലയിൽ നന്നായിട്ടൊന്ന് എണ്ണ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വെളിയിലോട്ടൊന്നും ഇപ്പോൾ ഒന്നും പോകാൻ പറ്റത്തില്ല മഴയായതുകൊണ്ട്. അപ്പം ഞാൻ തലയിൽ നന്നായിട്ട് അങ്ങ് എണ്ണ വെച്ച് കുളിക്കാമെന്ന് വിചാരിച്ച് തലയെല്ലാം അപ്പടി പറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കൊച്ചിലെ തൊട്ട് പാരച്യൂട്ടിൻ്റെ എണ്ണ തന്നെ, എൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ പാരച്യൂട്ട് എണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഒരു ലെയർ അങ്ങ് വെട്ടിയതാണ്, പിന്നെ ഇങ്ങനെയായിപ്പോയി. നല്ല മുടി കൊഴിച്ചിലും ഉണ്ട് പിന്നെ അത് വെട്ടിയ പിന്നെ അതിന് ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല മുടി കൊഴിച്ചിലുള്ളതുകൊണ്ട് റൂം ഫുള്ള് എപ്പോഴും ഇങ്ങനെ മുടി പറന്നുകൊണ്ടിരിക്കും. ഞാൻ എത്ര തൂത്താലും എവിടെയാണെന്ന് അറിയത്തില്ല, മുക്കിനും മൂലയിലൊക്കെ എൻ്റെ മുടി കിടക്കുന്നതാണ്. ഞാൻ പെറുക്കി മടുക്കും സത്യം പറഞ്ഞാൽ. ചെരുപ്പിൻ്റെ ഇടയിലും ഓരോ കോർണേഴ്സിലൊക്കെ ഇരിക്കുന്നതാണ്. ഞാൻ എത്ര പെറുക്കിയാലും അത് അവിടെ തന്നെ കാണും. പിന്നെ ചൂലും കാര്യങ്ങളൊന്നും നമുക്ക് റൂമിലില്ല, അതൊക്കെ ഫ്ലോറിൽ തന്നെ കോമൺ ആയിട്ട് വെച്ചേക്കുന്ന കേട്ടോ ചൂല്. പിന്നെ തുടയ്ക്കുന്ന സാധനം ഇല്ലായിരുന്നു അവിടെ അങ്ങ്. പിന്നെ ഞാൻ താഴെ പോയിട്ട് തുടയ്ക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ നിന്ന് തുണിയും പിന്നെ കോലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴേ ഓർത്തത് ലോഷൻ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ലോഷൻ ഉണ്ടാക്കുകയാണ്. കുറച്ച് കപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് ഞാൻ ഫേസ് വാഷ് എടുത്ത് അങ്ങ് കലക്കി. അപ്പോഴത്തേക്ക് ഒരു പത അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ടൊരു കുറച്ച് ഷാമ്പുവും കൂടെ ഒഴിച്ചു കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു. അപ്പോൾ നല്ലൊരു ലോഷൻ്റെ എന്താ പറയുക ആ ഒരു ഇത് കിട്ടി കേട്ടോ. അപ്പം ഞാൻ മണത്തൊക്കെ നോക്കുന്നുണ്ട്, മണമുണ്ട്, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ലോഷൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് തൽക്കാലത്തേക്ക് ഒരു നല്ലൊരു മണം റൂമിലൊക്കെ നിൽക്കുമല്ലോ. ഇങ്ങനെ ലോഷൻ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ റൂമെല്ലാം നന്നായിട്ട് തുടച്ച് കുറച്ച് അവിടെ മൂലയിലൊക്കെ ഓരോ കോർണേഴ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളും കട്ടിലും ഒക്കെ തുടച്ച് ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചു, പിന്നെ വെള്ളം കുടിച്ച് പിന്നെ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആണോ എന്ന് അറിയത്തില്ല, എനിക്ക് മുഖത്ത് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും കേട്ടോ കുളി കഴിഞ്ഞാലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസർ ഇട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രീം ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് മാറി കേട്ടോ. എന്നാൽ പിന്നെ 12:30 ആയി. ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ നേരെ മെസ്സിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് മിക്കവാറും നോൺ വെജ് ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അത് തന്നെയായിരുന്നു. തലേ ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ വെച്ചതുകൊണ്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം നമുക്ക് ബീഫും ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്തോ കറി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പോയിട്ട് നമ്മൾ വെള്ളം എടുക്കുകയാണ്. വെള്ളം അവിടെ ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കിട്ടും, അല്ലെങ്കിൽ ഇത് ഫിൽറ്റർ ചെയ്ത വെള്ളവും നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്തായാലും ചൂടുവെള്ളം എനിക്ക് കുടിക്കാൻ വലിയ താല്പര്യമില്ല. അത് പിന്നെ ഫിൽറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് നിൽക്കിയിട്ട് എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. പിന്നെ അതാണ് ഞാൻ മെയിനായിട്ട് കുടിക്കുന്നത് ഇവിടെ. പിന്നെ അതിങ്ങനെ നേരെ റൂമിലെത്തി കേട്ടോ. അപ്പോഴും എനിക്കിങ്ങനെ ഫേസിലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ തോർത്തുകൊണ്ട് തന്നെ മുഖം തൂക്കാം. അങ്ങനെ തൂക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം. ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ ഇഷ്ടം പോലെ കുപ്പിയുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൊടുത്ത് എവിടുന്ന് വരുന്നതാണ്, എവിടുന്നൊക്കെയോ പെറുക്കിക്കൊണ്ട് വരുന്ന കുപ്പിയാണ്. ഞാൻ എപ്പോഴും കൊണ്ടേ കളയും. കുപ്പീനെ കൊണ്ട് എനിക്കൊരു ഫുള്ള് കുപ്പിയാണ് എൻ്റെ റൂം. പിന്നെ ഞാൻ ക്രീമൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത മഴയും കൂടെ വരാം. ഇങ്ങനെ ഉരുണ്ട് നിൽക്കുകയാണ് മേഘം എല്ലാം കൂടെ. ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് മോളിൽ പോയി. മോളിൽ നിന്ന് ഈ മഴ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഈ ഹോസ്റ്റലിൽ ജീവിക്കുന്നവർക്കറിയാം, മഴയൊക്കെ ആസ്വദിക്കാനൊരു പ്രത്യേക വൈബാണ്. അത് ഈ വൈകുന്നേര സമയത്തൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട്
അത് അത് ഫീൽ ചെയ്തവർക്ക് മാത്രം അതിൻ്റെ ഒരു അതിനൊരു രസം എന്താണെന്ന് അറിയത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അലക്കൊക്കെ കഴിഞ്ഞ് കുറേ നേരം മഴയൊക്കെ നോക്കി അവിടെ നിന്ന് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. മഴയൊക്കെ കാണാൻ രസമാണ്. ഈ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ കാരണം ഞാൻ പിന്നെ അധികം നേരം നിന്നില്ല. ഞാൻ പിന്നെ താഴോട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ആ മഴയുടെ കാര്യം പിന്നെ അങ്ങോട്ട് കുറയാൻ തുടങ്ങി. ഇങ്ങനെ മഴ വരും പോകുന്നു അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ താഴെ പോയി ചായ കുടിച്ചു. ചായക്ക് ഇന്ന് കഴിക്കാൻ സമൂസയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അത്രയും വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു ദിവസമായിരുന്നു എൻ്റെ. അപ്പം നിങ്ങളുടെ ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.